പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൻ്റെ ജന്മത്തിരുനാളിൻ്റെ വലിയ സന്തോഷവും ഓർമ്മയും സഭയിൽ അനുസ്മരിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മ മക്കളായ നമ്മളെല്ലാവരെയും അമ്മയുടെ ഈ ജന്മത്തിരുനാളിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ. അമ്മയെപ്പോലെ ഏറ്റവും അടുത്ത ഈശോയെ അനുകരിക്കാനും ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കാനും നമുക്ക് ഈ ദിവസം നല്ല തീരുമാനമെടുക്കാം. ഏലിയാസ് ശ്ലീഹ കാലങ്ങളിലെ 3-ാമത്തെ ഞായറാഴ്ച കൂടിയാണെന്ന്. ഈ കാലത്തിൽ നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച്, ഈശോയുടെ 2-ാം വരവിനെ കുറിച്ച് ഒക്കെ പ്രത്യേകമായി ധ്യാനിക്കുകയും അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് സഭ നമ്മളെ പ്രത്യേകമായി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അവസരങ്ങളാണല്ലോ. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ യുഗാന്ത്യത്തിലെ 2-ാമത്തെ വരവും അതിനായി ജാഗ്രതയോടെ നമ്മൾ എങ്ങനെ ഒരുങ്ങണമെന്നുള്ള നിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ലോകാവസാനത്തിലെ 2-ാം വരവ്, വിധിക്കാനായിട്ടുള്ള വരവ്, നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ വിശ്വാസ സംഹിതയുടെ ഭാഗമാണത്. 1-ാം വരവ് ഈശോയുടെ മനുഷ്യാവതാരത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. 2-ാം വരവ് ഈശോ ഇനി വിധിക്കാനായി വരുന്നതാണ്. ആത്മീയമായിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു തരത്തിലൊരു 2-ാം വരവ് എല്ലാ ദിവസവും ഇപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ആ 2-ാം വരവ് ഈശോ വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും വരുന്നതാണ്. പുരോഹിതൻ സമൂഹത്തോടൊപ്പം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കി വിശുദ്ധ കുർബാനയിലേക്ക് ഓരോ ദിവസവും കൊണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസവും ഒരർത്ഥത്തിൽ ഈ 2-ാം വരവ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ വിശുദ്ധ കുർബാനയിലാണ്. നമ്മൾ അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കുന്നുണ്ടോ, സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഈശോയുടെ അന്ത്യവിധിക്കായുള്ള 2-ാം വരവ് നമ്മളിൽ അല്പം ഭയവും ഭീതിയും ഒക്കെയാണ് ജനിപ്പിക്കുന്നതെങ്കിൽ, ഈ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഈശോ 2-ാമത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സന്തോഷവും ആശ്വാസവും തരുന്ന കാര്യമാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ എന്നും യോഗ്യതയോടെ സ്വീകരിച്ച് ആ വിശുദ്ധിയിൽ ജീവിച്ച് യഥാർത്ഥ അന്ത്യവിധിക്ക് ഈശോ 2-ാം വരവ് വരുമ്പോഴേക്കും ഒരുങ്ങാനായി നമുക്ക് പരിശ്രമിക്കാം. 2-ാമതൊരു കാര്യം നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന കാര്യം, 2-ാം വരവിനെ കുറിച്ച് പറയുന്നിടത്ത് തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തീർച്ചയുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്ത്യവിധിയുടെ സമയത്ത് ഒരു വേർതിരിക്കൽ ഉണ്ടാകും. 2 പേരുള്ളിടത്തു നിന്ന് ഒരാൾ എടുക്കപ്പെടുന്ന കാര്യമൊക്കെ സുവിശേഷത്തിൽ പറയുന്നു. ഒരു വേർതിരിക്കൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഉണ്ടാവും. ഈ വേർതിരിക്കൽ നടക്കുന്നത് ഈ കാലത്തിൽ ഇപ്പോൾ നമുക്കുള്ള അവസരത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ നല്ല ഭാഗത്തേക്ക് പോകണമോ അതോ അവഗണിക്കപ്പെടുന്ന ഭാഗത്തേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുന്നു. ഇവിടെ ഉദാഹരണം ഈശോ ഒരു അത്തിമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തിമരം ഇലകൾ വീണ്ടും അല്ലെങ്കിൽ നാമ്പുകൾ അതിലുണ്ടാകുമ്പോൾ അത് വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ആ സൂചന കണ്ട് കർഷകർ അതിനനുസരിച്ച് പെരുമാറുന്നു. എന്നതുപോലെ ഈ കാലത്തിലെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ കാലത്ത് തന്നെ നമ്മുടെ ജീവിതം അന്ത്യവിധിക്ക് യോജിക്കുന്ന രീതിയിൽ ഒരുക്കിയെടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇത് നമുക്ക് ഒരുങ്ങാനുള്ള അവസരമാണ്. നമുക്ക് ഈശോയെ വരവേൽക്കാൻ അപ്പോൾ ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒരുങ്ങേണ്ട ഒരു കാര്യമാണെന്ന് ഈശോ ഈ അത്തിമരത്തിന്റെ സൂചകം പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ആത്മീയ നിർദ്ദേശങ്ങൾ ഈ കാലത്തിൽ നമുക്ക് സഭയിൽ നൽകപ്പെടുന്ന ഈ അത്തിമരങ്ങൾ പോലെയുള്ള കാര്യമാണ്. അതിൻ്റെ സൂചനകൾ, അതിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, സഭയിലൂടെ നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുള്ള നിഷ്ഠ, അതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ, ഇതെല്ലാം ഈ അത്തിമരം നൽകിയ സൂചനകൾ പോലെ സഭ ഈ കാലത്തിൽ നൽകുന്ന സൂചനകളാണ്. ദൈവം നമ്മുടെ സഭയിലൂടെ സംസാരിച്ച് നമ്മളോട് പറയുന്ന ആ സൂചകങ്ങൾക്ക്
കാര്യമായ പ്രസക്തിയും പ്രാധാന്യവും കൊടുക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും സാധിച്ചാൽ നമുക്ക് അന്ത്യവിധിയെ ഭയം കൂടാതെ നേരിടാമെന്ന് ഈശോ പറയുന്നു. രണ്ടാമത്തെ പ്രധാന കാര്യം, ഈ അന്ത്യവിധി അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരുങ്ങാൻ പോയാൽ നമുക്ക് പറ്റത്തില്ല. എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. ഒരുപക്ഷെ ഒരു രാജ്യത്തിന്റെ സൈന്യം എപ്പോഴും ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു VIP പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം പ്രതീക്ഷിച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നത് പോലെ എപ്പോഴും വിജിലന്റ് ആയിരിക്കുന്ന, ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ ജാഗ്രത, ഉണർന്നിരിക്കുന്ന ആ മനസ്സ് പ്രാർത്ഥനയിലാണ് കണ്ടെത്തേണ്ടതെന്നും ഈശോ പറയുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടുള്ള നിരന്തര ബന്ധത്തിന്റെ സൂചനയാണ്. അപ്രകാരം ഒരു മനസ്സോടെ നമുക്ക് നിതാന്ത ജാഗ്രതയിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നവരാകാനും, അങ്ങനെ ഈശോയെ ഏറ്റവും ഒരുക്കത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഈശോയോട് ഏറ്റവും ജീവിതം കൊണ്ട് അടുത്ത് ജീവിച്ച വ്യക്തി എന്ന നിലയിൽ ഈ കാര്യങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വലിയ മാതൃകയും പ്രചോദനവുമാണ്. അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസം ഞങ്ങൾ അങ്ങയെ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ഗുണങ്ങളെ ധ്യാനിച്ച് ഞങ്ങൾക്കും അപ്രകാരം ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ ഒരു രണ്ടാം വരവിന്റെ മുന്നോടി സന്തോഷത്തോടെ അനുസ്മരിക്കാനും അങ്ങയെ സ്വീകരിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ആ വിശുദ്ധിക്കനുസരിച്ച് ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.